ഹായ്, ഞങ്ങളുടെ 38ാമത്തെ ദിവസം 38th ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ചൈനയിലാണ്. അപ്പം ചൈന ടൂറാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് കൊയ്റ്റനാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, ടർപ്പൻ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ആ ടർപ്പൻ അല്ല, ഈ ടർപ്പൻ ഇത് ഇവിടുത്തെ സ്ഥലപ്പേരാണ്. ടർപ്പൻ. ടർപ്പനെ പ്രത്യേകത പറഞ്ഞേ ചേട്ടന്മാർ. എക്സാമൊക്കെ കഴിയട്ടെ. നടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ടർപ്പൻ. ഓക്കെ, ലോകത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥലങ്ങളിൽ ഒന്ന്. ഓക്കെ, അതിന് പ്രത്യേകത ഏറ്റവും താഴ്ന്നു നടക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കുഴപ്പമുള്ളത് അവിടെ ഏറ്റവും ചൂട് കൂടുതലായിരിക്കും. 49 ഡിഗ്രി വരെ അവിടെ ചൂട് വരും. ഓക്കെ, പിന്നെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് താഴെ കഴിഞ്ഞാൽ താഴെ 1 മീറ്റർ ഓക്സിജൻ കുറവായിരിക്കും. ഓക്കെ, അതാണ് ടർപ്പൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇത്രയാണ് അല്ലേ പ്രത്യേകത, അത് സ്പെഷ്യൽ. അപ്പം നമ്മൾ പോകുന്ന സ്ഥലമാണത്. നമുക്കിവിടെ എന്തൊരു ദൂരമുണ്ട്? 430 കിലോമീറ്റർ ഉണ്ട്. 5 മണിക്കൂറുണ്ട്. നമ്മൾ 2-3 സ്ഥലത്ത് ഫ്യൂൽ അടിക്കാനായിട്ട് കയറുന്നുണ്ട്. കാരണം ബൈക്കൊക്കെ ഉള്ളതുകൊണ്ട് ബൈക്കിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിനൊരു കപ്പാസിറ്റി കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ ഫ്യൂൾ അടിക്കാനായിട്ട് പോകണം. പിന്നെ ഇന്ന് പോകാൻ ലേറ്റ് ആയതിൻ്റെ കാരണം കൂടെ പനി പിടിച്ചു. അവന് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി IV ഫ്ലൂയിഡ് കിട്ടു. നമ്മുടെ കൂടെ ഉള്ളതല്ല, അവർ ദുബായിൽ നിന്ന് വന്നവരാണ്. യെസ്. ഇപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ IV ഫ്ലൂയിഡ് നമ്മൾ പോയേക്കാണ്. അവർ വന്ന് കഴിച്ചിട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്നലെ പുള്ളിനോട് വൈകിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. ഫ്ലൂയിഡ് കൊടുത്തു. ഇന്ന് രാവിലെയും പോയിരിക്കുകയാണ്. അപ്പം ആ ഫ്ലൂയിഡെല്ലാം കൊടുത്ത് 2 hours കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് രാവിലെ 10 മണിക്ക് പോകേണ്ടതായിരുന്നു. നമ്മളപ്പോൾ അത് 1 മണിയായി അല്ലേ. 1 മണിയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. സോ ഹോപ്പ്ഫുള്ളി ഹീൽ ബി ബാക്ക് സൂൺ. സോ എന്തെങ്കിലും ലേറ്റ് ആയാൽ വീണ്ടും ലേറ്റ് ആവും. വൈകുന്നേരം നമ്മൾ മനോഹരമായിട്ട് സ്റ്റൈലായ ഫ്രോഗ് കഴിച്ചു. ഇവിടെ ലാംഗ്വേജ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതെ, പിന്നെ പ്രഗത്ഭനായ നമ്മുടെ എന്താ പറയുന്നത് ആംഗ്യ ഭാഷ ചെയ്യുന്ന ഒരു ആൾ നമ്മുടെ കൂടെ ഉണ്ട്. സാവുച്ചൻ. ഇപ്പം ബീഫാണോ ആടാണോ അറിയാൻ വേണ്ടി ആടിന്റെയും ബീഫിന്റെയും സ്വന്തം കരഞ്ഞു കാണിച്ചു. ഇത് ആട, ഇത് ബീഫ്. നല്ല ഫുഡൊക്കെ ആയിരുന്നു. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യണമെങ്കിൽ സാധനങ്ങൾ ഇച്ചിരി പണിയാണ്. നമ്മൾ ആക്ഷൻ കാണിക്കണം. ആക്ഷൻ. കരയുന്ന മൃഗം കരയാൻ അറിയാമെങ്കിൽ കരഞ്ഞ് കാണിക്കുക. ഇതെല്ലാം സെറ്റപ്പാണ്. അപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ ഇതാണ്. ഇന്നലെ താമസിച്ച ഹോട്ടൽ നല്ല ഹോട്ടലാണ്. നല്ല ഹോട്ടലായിരുന്നു. അതെ, അവർ നമുക്ക് വേണ്ടി എടുത്തു തരുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞാൽ 5 star ആണ്. കാശ് നമ്മുടെ കൊടുക്കണേ. എന്നാലും നമുക്കിത് അവർ ചൂസ് ചെയ്യുന്ന ഹോട്ടലിൽ നല്ല ഹോട്ടലുകളാണ്. ഓക്കെ, നമ്മുടെ ഹൈവേ മോട്ടോർ വേയിൽ നല്ല പോലീസ് ചെക്കിംഗ് ആണ്. ഇവിടെ എല്ലാവരെയും ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞായിരുന്നു. ഈ 2 പ്രൊവിൻസിൽ ശരിക്കും ഫോറിനേഴ്സിന് വേണ്ടി പാസ് ചെക്ക് ചെയ്ത് പാസ്പോർട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഇവിടെ ഇടത്തുണ്ട് ഞാനുണ്ട്. അപ്പം ഇവിടുത്തെ ലോക്കൽ വണ്ടികൾ അത്രയ്ക്കും ചെക്കിങ് ഇല്ലെന്ന് തോന്നുന്നു. അവരെല്ലാം പെട്ടെന്ന് പോവുകയാണ്. നമ്മളെ പിടിച്ച് നിർത്തി നമ്മുടെ പാസ്പോർട്ടും വിസ എല്ലാം കാണിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളെ അപ്പുറത്തേക്ക് അടുത്ത് വിടുകയുള്ളൂ. ഒരു കാറ്റാടി കൃഷിയാണ്. കാറ്റാടി തോട്ടം. കാറ്റാടികളുടെ പെരുന്നാളാണ്. ഇതൊരു 1000-10000 ഉണ്ടോ. 1000 ഒന്നുമല്ല, 10,000 കാറ്റാടികളുണ്ട്. ഇഷ്ടം പോലെ. ഒരു
മൈൽസ് കിലോമീറ്റർ ആൻഡ് കിലോമീറ്റേഴ്സ് ദൂരത്തിൽ ഇങ്ങനെ സൈഡിൽ തീരെയല്ല. അതാ ഞാൻ പറഞ്ഞ ആ വലിയ മലയുടെ നമുക്ക് ചുറ്റും മലയാണല്ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ മല അവർ വഴിയുടെ ചുറ്റും മല നമ്മൾ അങ്ങ് ദൂരം നിന്ന് കാണുമ്പോൾ അപ്പോൾ ആ മല ഇവിടെ അവർ ശരിക്കും വെട്ടി നിരത്തി വഴിയാക്കി. ഇത്രയും വലിയ മലയെ വെട്ടി അരിഞ്ഞ് വഴിയാക്കണ എന്തുമാത്രം പണി വേണം അല്ലേ? അതിനടുത്തോടെ രണ്ടു നില പാലം. മലയെന്ന് പറഞ്ഞാൽ പോരാ, ഒന്നൊന്നര മല. അങ്ങനെ ഞങ്ങൾ ടർപ്പൻ എന്ന സ്ഥലത്തേക്ക് ഇന്നത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഏതാണ്ട് 2-2.5 മൈലും കൂടി ഉള്ളൂ, കിലോമീറ്ററും കൂടി ഉള്ളൂ. അതോടെ ഞങ്ങളുടെ ഇന്നത്തെ ജേർണി ഇവിടെ അവസാനിക്കും. ടൗണിലേക്ക് എത്തിയപ്പോഴത്തേനും റോഡിൻ്റെയും കരയുടെയും എല്ലാത്തിൻ്റെയും സ്റ്റൈൽ അങ്ങ് മാറി. സമയം എന്തായിപ്പോൾ നോക്കിയേ, 9:30. നമ്മൾ 2:30 പോകുന്നത്. 2:30 വന്നിട്ട് ഇവിടെ 9:00 എത്തി. 350 കിലോമീറ്റർ ഉണ്ടായിരുന്നു തോന്നുന്നത്. നല്ല വെട്ടം കേട്ടോ സമയത്തിലായെങ്കിലും. 10:30 ആവാതെ ഏതായാലും ഇരുട്ടായില്ല. ലൈറ്റാണ്, റെഡ് ലൈറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഡെസ്റ്റിനേഷനിലെത്തി. ഹോട്ടൽ വണ്ടി പാർക്ക് ചെയ്തു. വണ്ടിയെല്ലാം ഇവിടെ എല്ലാം വണ്ടി എല്ലാവരും റെഡിയാണ്. ഇതാണെന്ന് താമസിക്കുന്ന ഹോട്ടൽ അറ്റോർ ഹോട്ടൽ.